കേരള തീരത്തിന് സമീപം 6 മണിക്കൂറിലേറെയായി ഒരു ഭീമൻ യാനം നിന്ന് കത്തുകയാണ്. ബേപ്പൂർ അഴീക്കൽ തീരത്ത് നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് കടൽ ദുരന്തം ആവർത്തിച്ചത്. അപകടകരമായ ക്ലാസ് 3, ക്ലാസ് 4 ഗ്രേഡിംഗ് ഉള്ള വസ്തുക്കളാണ് കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ളത്. മെയ് 24-ന് MSC എൽസ 3 കപ്പൽ കടലിൽ താണതിന് 2 ആഴ്ചയ്ക്കുപുറം അടുത്ത അപകടം. ഡോണിയർ വിമാനങ്ങളിൽ നിന്ന് ഡ്രാപ്പബിൾ സിലിണ്ടറുകൾ ഇട്ട് തീയണയ്ക്കാനുള്ള നേവിയുടെയും തീരസംരക്ഷണ സേനയുടെയും ശ്രമം വിജയം കണ്ടില്ല. കപ്പൽ പരിപൂർണമായി കത്തുന്ന സാഹചര്യത്തിലെത്തി. തീയുടെ കാഠിന്യവും പൊട്ടിത്തെറി സാധ്യതയും ഉള്ളതിനാൽ തീരദേശ സേനയും നാവികസേനയും എല്ലാം കപ്പലിന് അടുത്തേക്ക് എത്താനാകാതെ നിൽക്കുകയാണ്. കപ്പലിൽ കത്തിയതോടെ കടലിലേക്ക് ചാടിയ 18 നാവികരെ ഇതുവരെ രക്ഷപ്പെടുത്തിയതാണ് ആശ്വാസ വാർത്ത. ഇവരെ INS സൂറത്തിലേക്ക് മാറ്റി. കേരള തീരത്തേക്ക് ശക്തമായ കടൽക്കാറ്റ് വീശിയടിക്കുക കൂടി ചെയ്യുന്നതോടെ ആശങ്ക കടലോളമാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവും തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജും ചേരുന്നുണ്ട്. ആദ്യം സഹിൻ ആന്റണിയിലേക്ക്. സഹിൻ ആന്റണി, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഹർഷനും സനീഷും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കപ്പലിന്റെ തീരത്തേക്ക് അല്ലെങ്കിൽ പരിസരത്തേക്ക് അടുക്കാൻ കഴിയാത്ത നിലയിലാണ് നമ്മളുടെ തീരദേശ സേനയും ഒപ്പം തന്നെ നാവികസേനയും എല്ലാം എത്തി നിൽക്കുന്നത്. കാരണം ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഈ കപ്പലിന് തീ പിടിക്കുന്നത്. അതിൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, വായു സ്പർശനത്താലും ഘർഷണത്താലും എല്ലാം തീ പിടിക്കുന്ന ദ്രാവകങ്ങൾ ആയിരുന്നു ഈ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത്. രാവിലെ 10:20 കൂടി തന്നെ കപ്പലിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അത് വലിയ ഒരു തീപിടുത്തമായി മാറുകയാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് INS ഗരുഡയിൽ നിന്നും ആദ്യ വിമാനം അവിടെ എത്തുന്നത്. നമ്മുടെ ഡോണിയർ വിമാനം എത്തുന്നത് 1:30 കൂടി എത്തി. പിന്നീട് INS സൂറത്ത് അടക്കമുള്ള കപ്പലുകളാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അതിൽ തന്നെ 22 നാവികരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ 4 നാവികരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തായ്വാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള 4 നാവികരെയാണ് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്തത്. 18 നാവികരെ രക്ഷപ്പെടുത്തി INS സൂറത്തിൽ നിന്നും മംഗളൂരുവിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈ കപ്പലിന് പരിസരത്തേക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായിട്ടുള്ള അർണിവേഷ് അടക്കമുള്ള വലിയ കപ്പലാണ് അർണിവേഷ് അടക്കമുള്ള കപ്പലുകൾക്ക് എത്താൻ കഴിയുന്നില്ല. ആ രീതിയിൽ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. 670 കണ്ടെയ്നറുകളായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ 50 കണ്ടെയ്നറുകൾ തുടക്കത്തിൽ തന്നെ കടലിലേക്ക് വീണിരുന്നു. പിന്നീട് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ തീ ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീരത്ത് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബെൻസൺ, എന്താണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടം? എവിടെ നിന്നെല്ലാമുള്ള വിമാനങ്ങളും കപ്പലുകളും ഒക്കെയാണ് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാമാണ് തീരത്തെ തയ്യാറെടുപ്പുകൾ? ഹർഷൻ, സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീരദേശ മേഖല നിലവിൽ ആശങ്കയിലാണ്. കാരണം MSC എൽസ അപകടം, അതേ തുടർന്ന് തീരദേശ മേഖലയിലേക്ക് അല്ലെങ്കിൽ തീരദേശത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക ആ സമയത്ത് നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലും വലിയ ആശങ്ക കോഴിക്കോട്, കണ്ണൂർ, അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയുടെ തീരദേശ മേഖലകളിൽ നിലനിൽക്കുകയാണ് എന്ന് പറയാം. കാരണം വളരെ അധികം വലിയ രീതിയിൽ പൊട്ടിത്തെറി സാധ്യതയുള്ള, വലിയ രീതിയിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്ന സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് ഇത് ഒഴുകി കടലിൽ നിന്നും ഒഴുകി ഈ തീരദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികൾ ഏത് രീതിയിലായിരിക്കും എന്നതിലൊരു മുൻ മാതൃക നമുക്കില്ല. കാരണം ഇത്തരത്തിലൊരു സാഹചര്യത്തെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല. കാരണം MSC എൽസയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അതീവ ഗുരുതര അപകട ശേഷിയുള്ള വസ്തുക്കളാണ് ഈ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നതാണ് സ്ഥിരീകരണം. അപ്പോൾ അതിനൊരു മുൻമാതൃകകൾ നമുക്കില്ല. അപ്പോൾ അതിൻ്റെ ഏത് രീതിയിലാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ ട്രോളിംഗ് നിരോധനം രാത്രി 12 മണിയോടുകൂടി വരാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ മത്സ്യബന്ധനത്തിനായിട്ട് പോയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ കടലിലുള്ള മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ആളുകൾ അവർക്ക് വലിയ അപകടം ഉണ്ടാവാത്ത രീതിയിൽ അവർ തിരിച്ചെത്തേണ്ടതുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള ജാഗ്രതകളാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ നേരത്തെ ചന്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നതിനെ പറ്റി ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഉഗ്രശേഷിയുള്ള വസ്തുക്കൾ അവ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ഈ തീരദേശ മേഖലയിലുള്ള മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളും വലിയ ആശങ്കയിലാണുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ അർജുൻ രാജു കൂടെ തിരുവനന്തപുരത്ത് ചേർന്നുള്ളൂ. അർജുൻ, അവിടെ തൊട്ടു മുമ്പ് നടന്ന സമാനമായൊരു കപ്പൽ അപകടത്തിൽ സംസ്ഥാന സർക്കാരും കുറച്ച് വിമർശനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ദിവസത്തിനിടെയാണ് രണ്ടാമത് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് അപകടം കടലിലുണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ എത്രത്തോളമാണ്? അവരുടെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമല്ല അത്. എങ്കിൽ തന്നെയും സംസ്ഥാന സർക്കാർ ഉടനടി തന്നെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലസ്ഥാനത്തു നിന്നുള്ള വിവരങ്ങൾ?
സനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ടതും മുൻ അനുഭവം കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ കെടുതികൾ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നുണ്ട്. അതായത് അന്ന് ഈ കണ്ടെയ്നറിൽ നിന്നുള്ള ചില എണ്ണപ്പാട് അടക്കം പുറത്തേക്ക് വന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം വിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം പോലും നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം അവരൊരു പ്രതിഷേധം ഉൾപ്പെടെ നടത്തിയിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ രണ്ടാമതും ഈ കടലിൽ കോഴിക്കോട് തീരത്തോട് ചേർന്ന് ഇത്തരത്തിൽ വീണ്ടും അപകടമുണ്ടായിട്ടുള്ളത്. ഇത് ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്, നേരത്തെ കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും ഈ കണ്ടെയ്നറുകൾ തീ പിടിച്ച് അകത്തുള്ള വസ്തുക്കളടക്കം പുറത്തേക്ക് കടലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയാണ്. അതാണ് കുറെ കൂടി ഈ തീരദേശ മേഖലയെ ആശങ്കപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഒക്കെ വിവരങ്ങൾക്കായി, അറിയിപ്പുകൾക്കായി കാത്തിരിക്കുകയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ. ഉച്ചയോട് കൂടിയാണ് ഇത് സംബന്ധിച്ച വിവരം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. അതായത് കോഴിക്കോട് തീരത്തോട് ഏകദേശം 140 കിലോമീറ്റർ അപ്പുറത്താണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. അതിൽ ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കേരളത്തിലേക്ക്, കോഴിക്കോട് എറണാകുളത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ അറിയിപ്പ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകിയത്. അതായത് എറണാകുളത്തും കോഴിക്കോടുമുള്ള കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. പക്ഷേ അവരെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേ സമയത്ത് ഇനി ഉയരുന്ന ആശങ്ക, നേരത്തെ കൊച്ചിയിൽ ഉണ്ടായതുപോലെ ഈ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിയിപ്പ് നിലവിൽ കോസ്റ്റ് ഗാർഡ് സംസ്ഥാന സർക്കാരിനെയോ ദുരന്ത നിവാരണ അതോറിറ്റിയോ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്പസമയം മുമ്പ് പോലും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. അതേ സമയത്ത് ഇത് റൈറ്റ്. എന്തായാലും സഹിനും അർജുനും ബെൻസനുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇതോടൊപ്പം നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്ക് വേഗത്തിൽ നോക്കിപ്പോകാം. കത്തിയ കപ്പൽ വാൻഹായ് 503 പാനാമാക്സ് വലുപ്പത്തിലുള്ള സിംഗപ്പൂർ രജിസ്ട്രേഷനിലുള്ള മദർഷിപ്പാണ്. 20 വർഷം പഴക്കമുള്ള കപ്പലിൻ്റെ ഉടമ വാൻഹായ് ലൈൻസ് സിംഗപ്പൂരാണ്. കൊളംബോ മുംബൈ യാത്രയിൽ കപ്പലിലുണ്ടായിരുന്നത് 650 കണ്ടെയ്നറുകളാണ്. കത്തിയത് ബേപ്പൂർ അഴീക്കൽ തീരത്ത് നിന്ന് ഏതാണ്ട് 78-നും 90-നും നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. എന്താണ് പനാമാക്സ് സൈസ്? പനാമ കടലിടുക്കിലൂടെ പോകാൻ സാധിക്കുന്ന കപ്പലുകളാണ് പനാമാക്സ് സൈസ്. നീളം 294.13 മീറ്റർ, അതായത് ഏതാണ്ട് 965 അടി. വീതി 23.3 മീറ്റർ, അതായത് 106 അടി ഉണ്ടാവും. ഡ്രാഫ്റ്റ്, അതായത് വെള്ളത്തിനടിയിലെ ഭാഗം, അത് 12.04 മീറ്ററാണ്, 93.5 അടി നീളം. പിന്നെ കപ്പലിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നോക്കിയാൽ ക്ലാസ് 3 ആണ് കപ്പലിൽ ഉണ്ടായിരുന്ന സംഗതികൾ. അത് തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളാണ്. ക്ലാസ് 4.1 തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കൾ, അതായത് അത് ആണ് ഈ ഇതിലുണ്ടായിരുന്നത്. ക്ലാസ് 2 ഉണ്ട്, ക്ലാസ് 4.2 തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ. അതുപോലെ ക്ലാസ് 4.6 അത് അപകടകരമായ വിഷാംശ ഉള്ള വസ്തുക്കൾ. ഈ ആവർത്തിക്കുന്ന ആശങ്ക ഈ ഘട്ടത്തിൽ നിൽക്കുന്നത് MSC എൽസ 3 കപ്പൽ അപകടത്തിൽപ്പെട്ടത് മെയ് 24-ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 70.37 കിലോമീറ്റർ അകലെയായിരുന്നു ആ അപകടമുണ്ടായത്. സാങ്കേതിക തകരാർ മൂലമാണ് 26 ഡിഗ്രിയോളം വലത്തോട്ട് ചെരിഞ്ഞ് ഈ അപകടമുണ്ടായത്. കണ്ടെയ്നറുകളിലെ കാർഗോ ആയിരുന്ന രാസപദാർത്ഥങ്ങൾ അടക്കം കടലിൽ വീണു. കപ്പലിലാകെ ഉണ്ടായിരുന്നത് 643 കണ്ടെയ്നറുകളാണ്. വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ 13 കണ്ടെയ്നറുകളും ഉണ്ടായിരുന്നു. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തീരങ്ങളിൽ നിരവധി കണ്ടെയ്നറുകൾ കരക്കടിയുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. MSC എൽസ 3 മുങ്ങിയതിൽ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തില്ല എന്നുള്ള വിമർശനവുമുണ്ട്. MSC എൽസ കമ്പനി വിഴിഞ്ഞം തുറമുഖത്തെ പ്രധാന ഇടപാടുകാരാണ്. ഇൻഷുറൻസ് ക്ലെയിം വഴി നഷ്ടപരിഹാരം നേടാൻ ലക്ഷ്യമിട്ടാണ് കേരളം നിൽക്കുന്നത്. ഉൾക്കടലിലെ അപകടങ്ങളിൽ കേസെടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നതും മന്ത്രി VN വാസവൻ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഉൾക്കടലിലെ അപകടമാണ്. അതുകൊണ്ട് തന്നെ കേരള തീരം വിട്ട്, കേരളത്തിൻ്റെ അധീനതയുള്ള തീരം വിട്ട് അതിനപ്പുറത്തുണ്ടാകുന്ന അപകടങ്ങളിൽ സ്വാഭാവികമായും കേന്ദ്രം തന്നെയാണ് ബാക്കി ഇടപെടൽ നടത്തേണ്ടത്. നഷ്ടപരിഹാരത്തിന് വേണ്ട ശ്രമമാണ് അവിടെ നടത്തേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഈ അപകടം, ഈ പുതിയ അപകടം എന്നത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് കേരള തീരത്തിന്. കാരണം ഇവിടേക്ക് മൺസൂൺ അടിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല തുടർച്ചയായി ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്നോ എന്നുള്ള ആശങ്കയുണ്ട്. വളരെ തിരക്കേറിയ ഒരു മേഖലയായി ഇത് മാറിയിട്ടുമുണ്ട്. സനീഷ്, എന്താ തോന്നുന്നു? ഇതിപ്പോൾ വലിയ അത്ഭുതവും ആശങ്കക്കൊപ്പം വലിയ അത്ഭുതവും കൂടി ഉണ്ടാക്കിയ സംഭവമാണല്ലോ ഹർഷൻ. അതായത് സമീപകാലത്ത് തന്നെ 2 അപകടങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഈ പത്രപ്രവർത്തന പണിയെടുത്ത കാലത്തൊന്നും ഇങ്ങനെ നമ്മുടെ കടലിൽ കപ്പൽ തീപിടിച്ചു ഈ ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല, അല്ലല്ലോ അല്ലേ? നമ്മുടെ ഓർമ്മയിലൊന്നും ഇല്ല. ഇത്രയും വലിയ സംഭവം കണ്ടിട്ടേ ഇല്ല. കപ്പലിന് തീപിടിക്കുക, കപ്പൽ മുങ്ങിപ്പോവുക, കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുക എന്നത് നമ്മൾ സമീപമായിട്ടിപ്പോൾ
ബാക്ക് ടു ബാക്ക് 2 സംഭവങ്ങൾ, അതും ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ കാണുകയാണ്. അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഈ പറയുന്ന പോലെ കേന്ദ്ര സംവിധാനങ്ങളും മറ്റു വലിയ സംവിധാനങ്ങളും ഒക്കെയാണ് പരിഹരിക്കേണ്ടത്. ഇതിപ്പോൾ വലിയ ആശങ്കയാണ്. കാരണം ഇത് ഒന്ന് അവിടെ തീയിലാണ്, ഇപ്പോഴും തീ കത്തുകയാണ്. അതിനകത്തുള്ള കണ്ടെയ്നറുകൾക്കകത്തുള്ള കാര്യങ്ങൾ കടലിലേക്ക് ഒഴുകി പരന്നാൽ, ഈ തീ പിടിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ പോകുമായിരിക്കും, പക്ഷേ ആ കടലിലേക്ക് ഒഴുകി പരന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ എന്നുള്ള ആശങ്ക വലിയ തോതിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്തപ്പോൾ നമ്മളതിൻ്റെ വിശദാംശങ്ങൾ പ്രധാനപ്പെട്ടത് ചിലത് നമ്മൾ പറഞ്ഞിരുന്നു. ലോകത്ത് ഈ യാനങ്ങൾ വഴിയുള്ള യാത്രകൾ എത്രയോ കാലം മുതൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെ ഉള്ളതാണ്. അപ്പോൾ ഒരു 2.5 ലക്ഷത്തോളം കപ്പൽ ഛേദങ്ങൾ ലോകത്തിൻ്റെ കടലുകളിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നൊരു റഫായിട്ടുള്ള കണക്കാണ് ഈ മേഖലയെപ്പറ്റി പഠിക്കുന്ന വിദഗ്ധർ പൊതുവിൽ നൽകിയായിട്ട് കാണുന്നത്. അതിൽ 30 ലക്ഷത്തോളം കടൽ വാഹനങ്ങൾ കടലിൽ താഴ്ന്നിട്ടുണ്ടാകാം എന്നാണ് അവരുടെ ഒരു കണക്ക്. ഇതൊക്കെ ഊഹക്കണക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാലത്തൊന്നും ഇത് രേഖപ്പെടുത്തുന്ന സംഗതികൾ ശരാശരി ഏതാണ്ട് 200 അപകടങ്ങൾ ഒരു വർഷം ഉണ്ടാകുന്നുണ്ട്. 1 ലക്ഷത്തോളം യാനങ്ങൾ ഇപ്പോൾ കടലിൽ ആകപ്പാടെ തന്നെയും 1 ലക്ഷത്തോളം ഉണ്ട്. ഏറ്റവും ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇത് ഈ കാര്യത്തിൽ പ്ലെയർ ആയിട്ടുള്ളത്. 8500 ഷിപ്പ്രക്സ് ഈ കടലിനും പരിസ്ഥിതിക്കും അതുവഴി മനുഷ്യർക്കാകെ അപകടമായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ഇതുവരെ ചരിത്രത്തിൽ 2600 അതിലൊന്നായിട്ടാണ്, അല്ലെങ്കിൽ അതിൽ 2 നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ തീരത്തിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഇങ്ങനെ പലതും പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത എനിക്ക് കൗതുകമുണ്ട്, അത്ഭുതമുണ്ടാക്കി. അത് 2022 മാർച്ച് 1-ാം തീയതി 2022 2-3 വർഷം മുമ്പ് മാർച്ച് 1-ാം തീയതി ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോവുകയായിരുന്ന ഒരു കപ്പൽ അറ്റ്ലാന്റിക്കിൽ മുങ്ങി. പോർഷെ, ലംബോർഗിനി, ബെൻലി എന്നീ വലിയ വൻ വിലയുള്ള വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല 4000 വാഹനങ്ങൾ കയറ്റാൻ ശേഷിയുള്ള കപ്പലായിരുന്നു അത്ര. അത് എന്നുവെച്ചാൽ ലംബോർഗിനിയും പോർഷയും ബെൻലിയും പോലുള്ള വലിയ സൂപ്പർ കാറുകൾ ഈ 4000-ത്തോളം കയറ്റാൻ ശേഷിയുണ്ടായിരുന്ന ഈ ആനം ഷിപ്പ് അപ്പാടെ മുങ്ങി. 22 ജീവനക്കാരുണ്ടായിരുന്നു. അവരെ മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി. ഈ വാഹനത്തിലും 22 പേരാണ് ഉണ്ടായിരുന്നത് എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഈ ഷിപ്പിൽ മാത്രം അതിനകത്തുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിനകത്തുണ്ടായിരുന്ന ലിഥിയം ബാറ്ററീസിൽ നിന്നായിരിക്കാം തീപിടുത്തം ഉണ്ടായത് എന്നാണ് വിദഗ്ധർ സംശയിക്കുന്നതെന്നാണ് ഞാൻ വായിച്ച വാർത്തയിൽ കണ്ടത്. 2000 മെട്രിക് ടൺസ് ഇന്ധനം, 2000 മെട്രിക് ടൺസ് ഓഫ് ഓയിൽ, 17000 ടൺ കാർഗോ എന്നാണ്. ഇത് മുഴുവൻ കടലിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഓയിലും ഈ പറയുന്ന ഇന്ധനവും പിന്നെ കാർഗോ മറ്റെല്ലാം കൂടി ചേർന്നിട്ട് ഇത്രയും കാര്യങ്ങൾ താഴെ കിടക്കുകയാണ്. അപ്പോൾ 155 മില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ്. വലിയ കാറുകളാണല്ലോ, 4000 കാറ് പോകുന്ന ചെറിയ കാര്യം. 155 മില്യൺ ഡോളർ ഇന്ത്യൻ റുപ്പിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം വലിയ നഷ്ടം ഉണ്ടായത്. പക്ഷേ പണത്തിൻ്റെ പോയ വലിയ സൂപ്പർ കാറുകളുടെ വിലയല്ല, അതേക്കാൾ ഇതിനകത്തേക്ക് കലർന്നിരിക്കുന്ന ഈ ഓയിലും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വിഷാംശം കടലിനെ ബാധിക്കുകയും അത് നമ്മളെ ആകെപ്പാടെ ബാധിക്കുകയും ചെയ്യില്ല എന്നുള്ള ആശങ്കയാണ് വലുതായിട്ട് അവിടെയുള്ളത്. അപ്പോൾ ഇത് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ തീരത്ത് 2 സംഭവങ്ങളുണ്ടാകുന്നു. ഇവിടെ തീപിടുത്തം ഉണ്ടാകുന്ന ഈ കണ്ടെയ്നറുകളെ അവിടേക്ക് അടുക്കാൻ പറ്റുന്നില്ല രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് രക്ഷപ്പെടുത്തിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഭയമുണ്ട്. നമുക്കറിയില്ല, വിദഗ്ധരാണ് ഇത് പറയേണ്ടത്, നമ്മളിത് പറയാൻ ആളുകളല്ല, എങ്കിലും ആശങ്കയുണ്ട്. ഈ കേരള തീരത്ത് ഇതുപോലെ ട്രാഫിക് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, തീരത്ത് കൂടുതൽ നിർദ്ദേശങ്ങൾ വേണം. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ തീരത്തുണ്ടാവേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ കോവളം തീരത്തേക്കൊക്കെ അടിഞ്ഞ ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ഒരളവ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. അത്രയ്ക്ക് വലിയ അളവിൽ പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറെ കൂടി എങ്ങനെയാണ് കാര്യക്ഷമമായി ഇത്തരം ഒരു അപകടമുണ്ടായാൽ ചടുല വേഗത്തിൽ ഇടപെടേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ പഠനവും അതിനുവേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. നമുക്കെന്തായാലും അടുത്ത വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. കടൽ യാനങ്ങളുടെ ഗതിയും ലൊക്കേഷനും തൽസ്ഥിതിയും ഗ്രാഫിക്കലായി രേഖപ്പെടുത്തുന്ന വെസൽ ഫൈൻഡർ, മറൈൻ ഗ്രാഫിക് പോലെയുള്ള വെബ്സൈറ്റുകൾ നിരീക്ഷിച്ചാൽ അറിയാം കേരള തീരത്തുകൂടി കടന്നു പോകുന്ന കപ്പലുകളുടെ ബാഹുല്യം. വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങുന്നതോടെ നമ്മുടെ തീരത്തേക്ക് വന്നു പോകുന്ന യാനങ്ങളുടെ അളവും എണ്ണവും ഇനിയും കൂടും. ലോകത്തിൻ്റെ ആകെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് മനുഷ്യകുലത്തിന് വേണ്ട സകല സാമഗ്രികളും കയറ്റി ചരക്ക് കപ്പലുകൾ ഇനിയും നമ്മുടെ തീരത്തേക്ക് വരും. അത് കേരളത്തിൻ്റെ വരാനിരിക്കുന്ന വികസനത്തിൻ്റെ വാതിലുകളാണ്. നമ്മൾ സന്തോഷത്തോടെ കാണുന്ന കാര്യമാണ്. അതേ വേളയിൽ തന്നെ വാഹനങ്ങൾ പെരുകുമ്പോൾ വാഹന അപകടങ്ങളും സ്വാഭാവിക നിരക്കിൽ ഉയരും പോലെ കടൽ അപകടങ്ങളും നമ്മൾ ഇനി കൂടുതൽ പ്രതീക്ഷിക്കണം. കപ്പലുകളിൽ നിന്ന് അപകടകരങ്ങളായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കടലിൽ പതിക്കുന്ന സംഭവങ്ങളും കൂടിയേക്കാം. മറൈൻ അപകടങ്ങൾ തടയാനുള്ള നമ്മുടെ സംവിധാനങ്ങൾ മതിയായതാണോ എന്ന് അതീവ ജാഗ്രതയോടെ പരിശോധിക്കേണ്ട നേരമാണിത്. കടലിൽ കലർന്നേക്കാവുന്ന മാലിന്യം സുരക്ഷിതമായി സംഭരിക്കാനും സംസ്കരിക്കാനും എന്തെല്ലാം ചെയ്യണം എന്ന് കൂടുതൽ ജാഗ്രതയോടെ സംവിധാനങ്ങൾ പരിഗണിക്കണം.
തീരക്കടലിൽ ഉപജീവനം തേടുന്ന ലക്ഷക്കണക്കായ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഇനിയും കൂടുതൽ എന്ത് ചെയ്യണമെന്ന് ആവർത്തിക്കുന്ന അപകടങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പുനരാലോചിക്കണം.